പ്രിയപ്പെട്ടവരെ, അമ്മമാരുടെ പ്രധാന പരാതിയാണ് കുട്ടികൾ പഠിക്കുന്നില്ല, എപ്പോഴും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു വരുന്നു, ശ്രദ്ധയില്ല, മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ നല്ലതായിട്ട് പഠിക്കുന്നില്ല, അശ്രദ്ധയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ കുട്ടികളടുത്ത് ചോദിക്കുമ്പോഴോ അവർ പറയുന്നത് ഞങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ മാർക്ക് കിട്ടുന്നില്ല, എഴുതി തുടങ്ങുമ്പോൾ മറന്നു പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കുട്ടികൾ സങ്കടത്തോടെ പറയാറുള്ളത്. അപ്പോൾ പഠനത്തിൻ്റെ പിന്നോക്കം പോകുന്നതിൽ പ്രധാന കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന അലസത തന്നെയാണ്. അത് എത്ര ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിലും കൃത്യമായ രീതിയിൽ പാഠഭാഗങ്ങളെ നോക്കാതെയും പ്രാക്ടീസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി പരീക്ഷകളിലും മറ്റും ശോഭിക്കാൻ കഴിയാതെ ആയിപ്പോകും. അപ്പോൾ കുട്ടികൾ തന്നെ അതിൽ ചേഞ്ച് ചെയ്യണം. അമ്മയുടെ അച്ഛൻ്റെയും ഗുരുനാഥന്മാരുടെയൊക്കെ പ്രേരണ കുട്ടിക്ക് വ്യക്തമായിട്ട് വേണം. എന്നാൽ ധിഷണ, ബുദ്ധി ഇത് കൃത്യമായ രീതിയിൽ ശോഭിക്കാതെ മങ്ങിക്കിടന്നു കഴിഞ്ഞാൽ അവർക്ക് പഠന പുരോഗതി കൈവരിക്കാൻ പ്രയാസകരാകും. ചിലപ്പോൾ ജാതകത്തിൽ ബുധമൂഠ്യമുള്ളതുണ്ടാവാം, ചിലർക്ക് ദൃഷ്ടിദോഷം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ചില കുട്ടികളിലാട്ടെ ഈ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ എല്ലാത്തിലും അലസതാ മനോഭാവം വരുന്ന ജാതക നിലയുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു കുട്ടിയുടെ പഠന നിലവാരം താഴ്ന്നു പോകുന്നത്. ഇത് കാണുമ്പോൾ കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എന്നുള്ള രീതിയിലുള്ള മരുന്നുകൾ പലരും മേടിച്ചു കൊടുക്കും, പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തും. ഇതെല്ലാം ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്, ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസം അർച്ചന കഴിപ്പിക്കാൻ പറ്റും, ചിലപ്പം പുഷ്പാഞ്ജലി 5-6 ദിവസം, ചില വഴിപാടുകളൊക്കെ കുറച്ചുകൾ നടത്താൻ പറ്റും. പക്ഷെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കുട്ടിയുടെ പഠന നിലവാരത്തെ സ്വാധീനിക്കാൻ പറ്റിയ തരത്തിലായിരിക്കില്ല. അപ്പോൾ നമുക്ക് നിത്യേന കുട്ടികൾക്ക് ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇത് കുട്ടികൾ ജപിക്കുമ്പോൾ ഏറെ പുണ്യമാണ്. ഇനി കുട്ടികൾക്ക് ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ജപിക്കാം, മുത്തച്ഛനോ മുത്തശ്ശിക്കോ അങ്ങനെ ബന്ധജനങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി കുട്ടിക്ക് വേണ്ടിയിട്ട് ജപിച്ചു കൊടുക്കാം. ഇതൊക്കെ വളരെ ഗുണകരമാണ്. പക്ഷെ വളരെ ശക്തി നൈപുണ്യങ്ങളുള്ള ഈ മന്ത്രം ജപിക്കാതിരിക്കുകയാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ജപിച്ചു പോയാൽ പടിപ്പടിയായിട്ട് കുട്ടികളുടെ ജ്ഞാനോദയം ഉണ്ടാവുകയും അവർ പരീക്ഷാദി കാര്യങ്ങളിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിൽ തന്നെ നന്നായിട്ട് വിജയിച്ചു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത്തരമൊരു മന്ത്രമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ടും നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ഇത് കാണുകയും ഈ മന്ത്രത്തെ കുറിച്ചെടുക്കുകയും വേണം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് തന്നെ പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ഒപ്പം തന്നെ ഒട്ടേറെ അറിവുകൾ നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈലിലൂടെ ലഭ്യമാകുന്നതുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സരസ്വതി ഭാവം വർദ്ധിച്ചു വന്നാൽ മാത്രമേ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവുള്ളൂ. അതിന് ബുധന്റെ ഗുണം നമുക്ക് വർദ്ധിച്ചു വരണം. ജാതകത്തിൽ ബുധൻ ഗുണവാനായിട്ട് നിൽക്കണം, ആദിത്യൻ മറ്റ് ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കാതിരിക്കണം, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ചില കുട്ടികളിൽ ജന്മനാ തന്നെ ബുദ്ധി വൈകല്യം ഒരല്പം സംഭവിച്ചിരിക്കാം, അവിടെയും ജ്ഞാനോദയത്തിന് കൊടുക്കാൻ ഈ മന്ത്രം ഗുണകരമാണ്. കാര്യം തുടക്കം തൊട്ടേ തന്നെ ഒരുതരം അലസതാ മനോഭാവത്തോടു കൂടി പോകുന്ന കുട്ടികളെ കാണാമല്ലോ, അവർക്ക് ഒട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ കുറച്ച് പാല്, ഒരു 1/2 ഗ്ലാസ് പാലെങ്ങാനും എടുത്തിട്ട് നമ്മുടെ വലത് കൈയിലെ മോതിര വിരൽ ആ പാലിൽ തൊടിയിച്ച് ഈ മന്ത്രം 8 തവണ ജപിച്ച് ആ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധി പതിയെ പതിയെ, അതായത് ജന്മനാ തന്നെ ബുദ്ധിയുടെ ഒരു കുറവുള്ളവർക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരുമെന്നല്ല പറയുന്നത്, പടിപ്പടിയായിട്ട് ബുദ്ധി വികാസം പ്രാപിച്ചെടുക്കാൻ വളരെ ഗുണകരമാണ്. പതിയെ ഉള്ള ഒരു ഉണർവ് അവരുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഉണ്ടായി വരും. എന്നാൽ പല കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ശേഷി വേണം, ബുദ്ധിശേഷി വേണം. അപ്പോൾ ഓരോ ക്ലാസ് കിടക്കുമ്പോഴും അങ്ങനെയാണല്ലോ, ബുദ്ധിയുടെ കൂടുതൽ നമുക്ക് ആവശ്യം വേണ്ടി വരും. അത് കൃത്യമായ രീതിയിൽ വർദ്ധിച്ച് വരാൻ ഏറ്റവും മികച്ചതായിട്ടുള്ള പഠിക്കുന്ന കുട്ടിക്ക് പോലും ഈ മന്ത്രം കൃത്യമായ രീതിയിൽ ജപിച്ചോണം. അവർക്ക് മടിയോ അലസതയോ ഉള്ളപ്പോൾ മാത്രമല്ല, അല്ലാതെ തന്നെ അവരുടെ ബുദ്ധി വികാസം, അവരുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്.
ഇത് കുട്ടികൾ മാത്രമല്ല കേട്ടോ. PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലാതെ എക്സാമുകൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അല്ലാതെ തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ ഒരു മന്ദത ഇങ്ങനെ അനുഭവപ്പെടും. ഒരു പ്രായം, ഒരു ഘട്ടം കഴിയുമ്പോൾ അപ്പോഴുള്ള ആ ബുദ്ധിയുടെ വികാസം തന്നെ തീരെ ചോർന്നു പോകാതിരിക്കാൻ നമുക്ക് ആ ഗുണപ്രദമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതാവസാനം വരെ ആ ബുദ്ധിയെ നിലനിർത്താനൊക്കെ ഈ മന്ത്രം വളരെ ഗുണപ്രദമാണ്. അപ്പം ഞാൻ ആ മന്ത്രം ഒന്ന് ആദ്യം എഴുതി കാണിക്കാം, എന്നിട്ട് ജപരീതിയെ പറഞ്ഞുതരാം. ഓം സം സരസ്വത്യേ ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹര ദേവി ത്രാഹി മാം ശരണാഗതം ബുദ്ധിസിദ്ധി ക്രിയാശക്തി വർധയ വർധയ നമസ്തേ ശ്രീ സരസ്വതീ. മന്ത്രം ഒന്നുകൂടി. ഓം സം സരസ്വത്യേ ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹര ദേവി ത്രാഹി മാം ശരണാഗതം ബുദ്ധിസിദ്ധി ക്രിയാശക്തി വർധയ വർധയ നമസ്തേ ശ്രീ സരസ്വതീ. ഇങ്ങനെയാണ് ഈ മന്ത്രം. വൈകുന്നേരമോ രാവിലെയോ നമുക്ക് ജപിക്കാം. നെയ്യിട്ട വിളക്കിന് മുന്നിൽ ഇരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഇരട്ടി ഗുണമെന്നാണ് പറയുന്നത്. ഇത് ജപിക്കുമ്പോൾ തേന് തൊട്ട് ജപിച്ച് ആ തേന് കഴിക്കുന്നത് ബുദ്ധിയെ കൂടുതൽ പ്രകാശിപ്പിക്കുമെന്ന് പറയുന്നു. അതായത് നമ്മൾ ജപിക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് തേന് മുന്നിൽ വച്ചിട്ട് അതിൽ വലത് കൈയിലെ മോതിര വിരൽ തൊട്ട് ജപിക്കണം. 8 തവണ ജപിക്കണം. ജപിച്ചതിന് ശേഷം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട്, മറ്റു പ്രാർത്ഥനകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ തേനിനെ ഉള്ളിലേക്ക് ഇറക്കിയാൽ ബുദ്ധിശക്തി വർദ്ധിക്കും. നെയ്യിലും ഇത് തൊട്ട് ജപിക്കാറുണ്ട്, പഞ്ചസാരയിലും തൊട്ട് ജപിക്കാറുണ്ട്. ചിലപ്പോൾ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ക്ഷേത്രത്തിലെ മേൽശാന്തി നമുക്ക് പഞ്ചസാരയിലും നെയ്യിലും ഒക്കെ ജപിച്ചു തരുന്ന കണ്ടില്ലേ? ഇതേ മന്ത്രം തന്നെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ മന്ത്രത്തിന്റെ പിരിവുകളായിട്ട് ചിലപ്പം ചില ഭാഗങ്ങൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ചിലരെ ഉപദേശിച്ച് തന്നിട്ടുണ്ടാവും. അത് അങ്ങനെ ഉപദേശിച്ച് തന്നെയാണെങ്കിൽ അങ്ങനെ ജപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ജപിക്കണമെന്നാണ് പറയപ്പെടുന്നത്. ഇത് കൃത്യമായ രീതിയിൽ ചെയ്യാമെങ്കിൽ അതിൻ്റെതായ ഗുണം കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, രാവിലെയോ വൈകുന്നേരമോ ഇത് ജപിക്കാം. പക്ഷെ മത്സ്യം മാംസാദികളൊക്കെ കഴിച്ചുകൊണ്ട് ജപിക്കാമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ കഴിച്ചോളൂ. പക്ഷേ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ശുദ്ധമായിട്ട് മാത്രമേ നമ്മളിത് ജപിക്കാവൂ എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് ജപിച്ച് കഴിഞ്ഞതിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റ് മത്സ്യമാംസാദികൾ ഉപയോഗിക്കാവൂ എന്നുമുണ്ട്. അപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മൾ എന്തായാലും കുറേ നേരത്തെ ഫാസ്റ്റിങ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ജപിക്കുന്നത്, അപ്പോൾ വളരെ ഗുണകരമായിരിക്കും. വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരത്തിന് തൊട്ട് മുമ്പ്, അതായത് ഒരു 3 മണിക്കൂർ മുമ്പ് നിങ്ങൾ മത്സ്യമാംസാൽ കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ദഹന സമയം കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇത് ജപിക്കേണ്ടത്. കുളിച്ച് ശുദ്ധമായിട്ട് ജപിക്കുക എന്നുള്ളതാണ്. പുലവാലായ്മകളുള്ളപ്പോൾ ഇത് ജപിക്കരുത്, ആർത്തവ കാലയളവിൽ ഇത് ജപിക്കരുത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് വെളുത്ത വസ്ത്രം ധരിച്ച് ജപിക്കുന്നത് ഏറെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ജപിക്കുമ്പം സരസ്വതീ ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ജപിക്കണം. ഇത് ജപിക്കുന്ന പലരിലും തന്നെ കുട്ടികളെയൊക്കെ നിർബന്ധിച്ച് ജപിപ്പിക്കും ചിലർ. അവർക്കാണെങ്കിൽ ഒട്ടും ഭക്തി ഉണ്ടാവില്ല. ആ കുട്ടികൾ പല കാര്യങ്ങൾ പറഞ്ഞ എതിർപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കൂടുതൽ ജപിപ്പിക്കാൻ നിൽക്കേണ്ട. അമ്മയോ അച്ഛനോ ആരാണ് അധികാരമായിട്ട് രക്ഷകർത്താവ് എന്നുള്ളവർ, അവർ ജപിച്ച അധികാരം നിന്ദാപരമായിട്ട് ഈ മന്ത്രം ജപിക്കാതിരിക്കുകയും ഒരു നല്ല കാര്യമാണ്. ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിന്ദാപരമായിട്ട് ജപിക്കാതിരിക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ അറിവും ബുദ്ധിയും കഴിവും ഒക്കെ അത് ഓരോ കുട്ടികളുടെ വ്യത്യസ്ത തലത്തിലായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പറായിട്ടിരിക്കുന്ന കുട്ടിയുടെ ആയിരിക്കില്ല, ഐക്യമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു കുട്ടിക്ക്. പക്ഷെ ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള കഴിവുണ്ട്. അവരുടെ കഴിവ് ഏതാണോ അതിൽ ഏറ്റവും മികച്ച രീതിയിൽ വർദ്ധിക്കാൻ ഈ മന്ത്രം സഹായിക്കും. അത് മനസ്സിലാക്കണം. ചിലപ്പോൾ അക്കാദമിക് ലെവലിൽ ചെറിയ പിഴവൊക്കെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും അവന് ഒരു കരിയറുണ്ടേ, അവൾക്കൊരു കരിയറുണ്ടേ, ആ കരിയറിന്റെ ടോപ്പിൽ എത്താൻ വേണ്ടിയിട്ടും ഈ മന്ത്രത്തിന്റെ ഗുണം സഹായിക്കും ഇത് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയും മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞു തന്നത്. പിന്നെ ഇതിനോടൊപ്പം ഞാൻ ടൈറ്റിൽ പറഞ്ഞ പോലെ ഈ വഴിപാടുകളൊന്നും വേണ്ട എന്നുള്ളൊരു അർത്ഥം എടുക്കരുത്. നിങ്ങൾ വഴിപാടുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതായിക്കോളൂ. ഒപ്പം തന്നെ വഴിപാടുകൾ കഴിക്കുന്നതിന് തുല്യമായ ഗുണത്തിൽ ഉള്ള ഒരു മന്ത്രമാണ്. അപ്പൊ ഇത് മുടക്കിയിട്ട് ഇത് വേണ്ടാന്ന് വെച്ചിട്ട് വഴിപാടുകൾ ചെയ്യാൻ നടക്കണ്ട. ഇതും കൂടെ ചെയ്തിട്ട് വഴിപാടുകളും നിങ്ങൾക്ക് കൂടെ ചെയ്യുമെങ്കിൽ ഇരട്ടി ഗുണം എന്നേ പറയേണ്ടതുള്ളൂ. പക്ഷെ ഇനി വഴിപാടുകളൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഇത് മാത്രം മതിയാകും. ഇതും വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. വളരെ ശക്തിമത്തായിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ ഇന്നത്തെ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രത്യേക പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും കേട്ടോ. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ, ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദന മഠം. നമസ്തേ.